ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ വറ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരാൾക്ക് തൻ്റെ പിതാവിൻ്റെ രണ്ടാം ഭാര്യയുടെ മകളെ, അതായത് മറ്റൊരാൾക്ക് ഉണ്ടായിട്ടുള്ള പെൺകുട്ടിയാണ്, അവളെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദസി തൻ്റെ അൽ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നു, വലൗ ഖാന ലിറജുലിൻ ഇബ്നുൻ മിൻ ഗൈരി സൗജതിഹി വലഹാ ബിൻതും മിൻ ഗൈരിഹി. ഒരാൾക്ക് ഒരു മകനുണ്ട്, മിൻ ഗൈരി സൗജതിഹി, തൻ്റെ ഭാര്യയിൽപ്പെട്ടതല്ല, വലഹാ ബിൻതുൻ മിൻ ഗൈരിഹി, ആ സ്ത്രീക്ക് ഒരു പെൺകുട്ടിയുണ്ട്, എന്നാൽ ഈ വ്യക്തിയിൽ നിന്നുണ്ടായതല്ല. ഔ കാനലഹു ബിൻതുൻ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു പെൺകുട്ടിയുണ്ട്, വലഹാ ഇബ്നുൻ, അവൾക്കാകട്ടെ ഒരു ആൺകുട്ടിയുമുണ്ട്. ജാസ തസ്വീജു അഹദിഹിമാ മിനൽ ആഖർ, അതിൽ ഒരാളെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കൽ അനുവദനീയമാണ്. ഫി ഖൗലി ആമ്മത്തിൽ ഫുഖഹാ, മൊത്തം പണ്ഡിതന്മാരുടെ വാക്കുകൾ അതാണ് അറിയിക്കുന്നത് എന്നുള്ളതാണ് ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദസി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയാണ് ആ സംഭവമെങ്കിൽ അവർ തമ്മിൽ വിവാഹം ചെയ്യാൻ പാടില്ല എന്നറിയിക്കുന്ന ഒരു പ്രമാണം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ അത് അനുവദനീയമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത്. അല്ലാഹു അഅലം. വസ്സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.